നമസ്കാരം. സന്ദേശ് ഖാലിയിലെ വിവാദ നായകനും തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവുമായ ഷെയ്ഖ് ഷാജഹാന്റെ വീട്ടിൽ നടന്ന ഇഡി റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ഇപ്പോൾ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. ഈ ഷെയ്ഖ് ഷാജഹാന്റെ ഇളയ സഹോദരനായ ഷെയ്ഖ് ആലംഗീറിനൊപ്പമാണ് മറ്റ് 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ 3 പേരെയും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBI തന്നെയാണ് നേരിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജനുവരി 5-ാം തീയതിയായിരുന്നു ഈ ഷെയ്ഖ് ഷാജഹാൻ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഒരു റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിനിടയിലാണ് ഈ അന്വേഷണ ഏജൻസികളെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ വലിയൊരു അക്രമം തന്നെ അവിടെ അഴിച്ചുവിട്ടത്. ഈ അക്രമത്തിൽ നിരവധി ഇഡി ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സന്ദേശ് ഖാലി കലാപത്തെ തുടർന്ന് അറസ്റ്റിലായ ഷെയ്ഖ് ഷാജഹാനെ നിലവിൽ 6 വർഷത്തേക്കാണ് തൃണമൂൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മമതയുടെ ഗുണ്ടകൾ സംസ്ഥാനത്ത് കലാപ സമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. രാജ്ഭവനിൽ അന്ന് പീസ് റൂം തുറന്നുകൊണ്ടാണ് ബംഗാൾ ഗവർണറായ ആനന്ദ ബോസ് ഈ ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ ആക്രമണത്തെ ഒരു പരിധിവരെ പിടിച്ചുകെട്ടിയത്. അതിന് തൊട്ട് പിന്നാലെയാണ് സന്ദേശ് ഖാലി വിഷയം ഉയർന്നു വരുന്നത്. ഈ സന്ദേശ് ഖാലി വിഷയത്തിലും ഗുണ്ടകളെ ഉപയോഗിച്ച് ഇഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികളെ തുരത്താം എന്നുള്ള ലക്ഷ്യമായിരുന്നു തൃണമൂൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ഈ ഗുണ്ടകളുടെ അറസ്റ്റിലേക്ക് നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.